നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. ഖത്തറിലെ ഖദാറ കൾച്ചറൽ വില്ലേജിൽ നടക്കുന്ന അൽ നെഹ്മ ആർട്ട് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഫോട്ടോഗ്രാഫി മത്സരവും സംഘടിപ്പിക്കുന്നു. 1-ാം സ്ഥാനത്തിന് 8,000 റിയാലും 2-ാം സ്ഥാനത്തിന് 6,000 റിയാലും 3-ാം സ്ഥാനത്തിന് 4,000 റിയാലുമാണ് സമ്മാനം. ഓരോ മത്സരാർത്ഥിക്കും പരമാവധി 10 ഫോട്ടോകൾ വീതം സമർപ്പിക്കാം. എല്ലാ ഫോട്ടോകളും ഖദാറ ബീച്ചിൽ നടക്കുന്ന അൽ നെഹ്മ ആർട്ട് ഫെസ്റ്റിവലിൽ പകർത്തിയവ ആയിരിക്കണം. അപേക്ഷകൾ ഏപ്രിൽ 20-ന് മുമ്പായി സമർപ്പിക്കണം. പ്രവാസി മലയാളി യുവാവിനെ സൗദിയിലെ ബിഷയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം മനപ്പള്ളിയിലെ രാജേഷിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെള്ളിയാഴ്ചയാണ് സംഭവം. ടൈൽസ് പതിക്കുന്ന ജോലി ചെയ്തു വരികയായിരുന്നു. മൃതദേഹം ബിഷയിലെ കിങ് അബ്ദുൾ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഗോപിനാഥിന്റെയും പൊന്നമ്മയുടെ മകനാണ്. ഭാര്യ രമ, മകൻ രവീൻരാജ്. ബിഷയിലെ സാമൂഹ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണ്. ദുബായിൽ ഹോട്ട് എയർ ബലൂൺ അപകടത്തിൽപ്പെട്ട് 2 പേർ മരിച്ചെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് ദുബായ് പോലീസ്. കഴിഞ്ഞ മാസം 23-നാണ് ഹോട്ട് എയർ ബലൂൺ അപകടത്തിൽപ്പെട്ടത്. ബലൂണിലുണ്ടായ വിനോദസഞ്ചാരികൾക്ക് നിസ്സാര പരിക്കുകൾ മാത്രമാണ് സംഭവിച്ചത്. ഉടനടി വൈദ്യസഹായം നൽകുകയും ചെയ്തിരുന്നു. മോശം കാലാവസ്ഥ കാരണമാണ് അപകടമുണ്ടായത്. സൗദി അറേബ്യയിലെ കിഴക്കൻ പ്രവിശ്യയിൽ വെള്ളിയാഴ്ച ഭൂചലനം അനുഭവപ്പെട്ടു. റിക്ടർ സ്കെയിലിൽ 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം പുലർച്ചെ 2:39-നാണ് അനുഭവപ്പെട്ടത്. ജുബൈലിൽ നിന്നും 55 കിലോമീറ്റർ അകലെ കിഴക്ക് ഭാഗത്ത് സമുദ്ര ഉപരിതലത്തിൽ നിന്ന് 10 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലനത്തിന്റെ പ്രഭവകേന്ദ്രം. ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കുവൈത്തിൽ മയക്കുമരുന്നുമായി ഏഷ്യൻ പ്രവാസി അറസ്റ്റ് ചെയ്തു. അഹമ്മദി ഗവർണറേറ്റിലെ മംഗഫ് ഏരിയയിൽ നിന്നുമാണ് നിരോധിത മയക്കുമരുന്നായ ക്രിസ്റ്റൽ മെത്തും ഹെറോയിനുമായി ഇയാളെ പിടികൂടിയത്. പ്രതിയെ എമർജൻസി പെട്രോളിംഗ് വിഭാഗത്തിന് സുരക്ഷാ അധികൃതർ കൈമാറി. മയക്കുമരുന്ന് കണ്ടുകെട്ടുകയും ഔദ്യോഗികമായി റിപ്പോർട്ട് ഫയൽ ചെയ്യുകയും ചെയ്തു. വിവിധ തരം സന്ദർശന വിസകളിലെത്തിയവർ ഏപ്രിൽ 13-നുള്ളിൽ മടങ്ങണമെന്ന വാർത്ത വ്യാജമെന്ന് സൗദി ജവാസത്ത്. ഇന്ത്യ അടക്കം 14 രാജ്യങ്ങളിൽ നിന്നെത്തിയ ബിസിനസ്, ടൂറിസ്റ്റ്, സന്ദർശന വിസക്കാർ ഏപ്രിൽ 13-ന് മുമ്പ് സൗദി അറേബ്യയിൽ നിന്ന് മടങ്ങണമെന്നും ഇല്ലെങ്കിൽ 5 വർഷത്തെ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തുമെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത വിശ്വസിക്കരുതെന്ന് സാമൂഹ്യ മാധ്യമ ഉപയോക്താവിന്റെ അന്വേഷണത്തിന് നൽകിയ മറുപടിയിലാണ് ഡയറക്ടറേറ്റിന്റെ വിശദീകരണം. യുഎയിലെ ഇന്ത്യൻ സ്കൂളുകളിൽ പുതിയ അധ്യയന വർഷത്തിന് നാളെ തുടക്കമാകും. മാർച്ചിലെ വാർഷിക പരീക്ഷയും ഫലപ്രഖ്യാപനവും കഴിഞ്ഞ് 3 ആഴ്ചത്തെ സ്പ്രിംഗ് ബ്രേക്കിന് ശേഷമാണ് ദുബായ്, ഷാർജ, അബുദാബി, എമിറേറ്റിലെ സ്കൂളുകൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുന്നത്. അജ്മാൻ, ഉമ്മുൽ ഖുവൈൻ, റാസ് അൽ ഖൈമ, ഫുജൈറ സ്കൂളുകൾ നാളെ തുറക്കുമെങ്കിലും ക്ലാസുകൾ 14 മുതലാണ് ആരംഭിക്കുക. CBSE, ICSE, കേരള സിലബസ് പിന്തുടരുന്ന 100-ലേറെ സ്കൂളുകൾ പുതിയ അധ്യയനത്തിലേക്ക് കടക്കും. സുഡാൻ ബന്ധത്തിന്റെ പേരിൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ള 7 സ്ഥാപനങ്ങളും യുഎയിൽ പ്രവർത്തിക്കുന്നില്ലെന്ന് നീതിന്യായ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ക്യാപിറ്റൽ ടാബ് ഹോൾഡിംഗ് LLC, ക്യാപിറ്റൽ ടാബ് മാനേജ്മെന്റ് കൺസൾട്ടൻസി LLC, ക്യാപിറ്റൽ ടാബ് ജനറൽ ട്രേഡിംഗ് LLC, ക്രിയേറ്റീവ് പൈത്തൺ LLC, എമറാൾഡ് ആൻഡ് റൂബി ഗോൾഡ് ജ്വല്ലറി LLC, ഓൾഡ് ജനറേഷൻ ജനറൽ ട്രേഡിംഗ് LLC, ഹൊറൈസൺ അഡ്വാൻസ്ഡ് സൊല്യൂഷൻ ജനറൽ ട്രേഡിംഗ് LLC എന്നീ കമ്പനികൾക്കെതിരെയാണ് US ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ സഞ്ചാരികൾക്കായി ദുബായ് 5 വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസ ആരംഭിച്ചു. ഇത് ടൂറിസം മേഖലയിൽ വലിയ മുന്നേറ്റം നടത്തുമെന്നാണ് വിലയിരുത്തുന്നത്. 2023-ൽ 17.15 ദശലക്ഷം അന്താരാഷ്ട്ര സഞ്ചാരികളാണ് ദുബായ് സന്ദർശിച്ചത്. ദുബായ് ടൂറിസം വകുപ്പ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2023 ജനുവരി മുതൽ ഡിസംബർ വരെ 24.6 ലക്ഷം ഇന്ത്യക്കാർ ദുബായ് സന്ദർശിച്ചു. 2022-ൽ ഇത് 18.4 ലക്ഷമായിരുന്നു. യുഎയിലെ കരുവന്നൂർ സ്വദേശികളുടെ കൂട്ടായ്മയായ ഏക യുഎയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച നിർധന കുടുംബത്തിനുള്ള വീടിന്റെ താക്കോൽ നാളെ കൈമാറും. സ്നേഹഭവനം എന്ന വീട് കരുവന്നൂരിലെ പൊട്ടിച്ചെറിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ക്രൈംബ്രാഞ്ച് DYSP ബിജോയ് PR, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് എന്നിവർ ചേർന്ന് താക്കോൽ കൈമാറും. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.